ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ പാകിസ്ഥാൻ മികച്ച നിലയിൽ. സൗദ് ഷക്കീലിന് അർദ്ധ സെഞ്ചുറി. ടൂർണമെന്റിൽ തുടരാൻ പാകിസ്ഥാന് ജയം അനിവാര്യം. ഇന്ത്യ ജയിച്ചാൽ സെമിയിൽ എളുപ്പമെത്താം. കോൺഗ്രസ് നേതൃത്വത്തിന് ശശി തരൂരിന്റെ മുന്നറിയിപ്പ്. ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. തനിക്ക് മുന്നിൽ വേറെ വഴികളുണ്ടെന്നും തരൂർ. അറിയാമല്ലോ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എന്റെ സമയത്ത് സംസാരിക്കും. വിവാദം ചർച്ചയാക്കി വലുതാക്കാതെ നേതാക്കളുടെ പ്രതികരണം. കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് തരൂരെന്ന് എം വി ഗോവിന്ദൻ. അട്ടപ്പാടിയിൽ മദ്യലഹരിയിൽ അമ്മയുടെ ജീവനെടുത്ത് മകൻ. ചെങ്ങന്നൂരിൽ സഹോദരനെ കഴുത്തിൽ കയറ് മുറുക്കി കൊന്ന അനുജൻ. തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഹപാഠിയെ കുത്തിക്കൊന്നു. വട്ടപ്പാറയിൽ ഭാര്യയെ കഴുത്തറുത്തു കൊന്ന ഭർത്താവ് ജീവനൊടുക്കി. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് 4 ജീവൻ. തൃത്താലയിൽ കാർ ബസ്സിലിടിച്ചു കയറി മരിച്ചത് 1 വയസ്സുള്ള കുഞ്ഞ്. താമരശ്ശേരി ചുരത്തിലും കൊട്ടാരക്കരയിലും ചടയമംഗലത്തും അപകടം. ഡൽഹിയിൽ നിരാഹാര സമരം നടത്തുന്ന VP സുഹറയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. നടപടി അനുവദിച്ചതിലും കൂടുതൽ സമയം സമരം തുടർന്നതിനാൽ. കൊല്ലം കുണ്ടറയിലേത് ട്രെയിൻ മറിച്ചിടാനുള്ള ശ്രമം തന്നെയെന്ന് FIR. പ്രതികളെ ചോദ്യം ചെയ്ത് NIA. യുവാക്കളെ റെയിൽവേ ട്രാക്കിലെത്തിച്ച് തെളിവെടുത്തു.